ആധുനിക സാങ്കേതിക വിദ്യയുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും നിർണായകമായ ഘടകങ്ങളായ അപൂർവ ഭൗമലോഹങ്ങൾ ഇന്ന് ആഗോള ഭൗമരാഷ്ട്രീയത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ വിഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണയും വാതകവും പോലെ ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിലും ഭാവി സാങ്കേതിക വിദ്യയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിൽ ഈ 17 മൂലകങ്ങളുടെ പങ്ക് അത്യന്താപേക്ഷിതമാണ്. ദശാബ്ദങ്ങളായി ഈ വിപണിയിൽ ചൈന സ്ഥാപിച്ച ചോദ്യം ചെയ്യപ്പെടാത്ത ആധിപത്യം ആഗോള വിതരണ ശൃംഖലയുടെ സുരക്ഷയെക്കുറിച്ചും തന്ത്രപരമായ വിഭവങ്ങളുടെ കേന്ദ്രീകരണം സൃഷ്ടിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചുമുള്ള ആശങ്കകളും വർദ്ധിപ്പിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് സ്വന്തം കാലിൽ നിൽക്കാനും ആഗോള വിപണിയിൽ നിർണായകമായ ശക്തിയായി ഉയർന്നു വരാനും ലക്ഷ്യമിട്ട് അപൂർവ ഭൗമലോഹങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള വിപ്ലവകരമായ ഒരു പദ്ധതിക്ക് ഇന്ത്യ രൂപം നൽകിയിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിലെ ലാന്തനൈറ്റ് ശ്രേണിയിലെ 15 മൂലകങ്ങളും കൂടാതെ കാണ്ടിയം, ഇട്രിയം എന്നിവയും ഉൾപ്പെടുന്ന 17 രാസമൂലകങ്ങളുടെ ഒരു കൂട്ടമാണ് അപൂർവ ഭൗമലോഹങ്ങൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവ ഭൂമിയിൽ വളരെ കുറവായതുകൊണ്ടല്ല, മറിച്ച് സാന്ദ്രീകൃത രൂപത്തിൽ ഇവ ഖനനം ചെയ്തെടുക്കുന്നത് താരതമ്യേന പ്രയാസമായതിനാലാണ് ഈ പേര് ലഭിച്ചത്. അപൂർവ ഭൗമലോഹങ്ങൾ അസാധാരണമായ കാന്തിക കാർലിറ്റിക് ഒപ്റ്റിക്കൽ ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഈ സവിശേഷതകൾ കാരണം ആധുനിക സാങ്കേതികവിദ്യയുടെ മിക്കവാറും എല്ലാ മേഖലകളിലും ഇവ നിർണായകമാണ്. ഫൈറ്റർ ജെറ്റുകൾ, മിസൈൽ ഗൈഡൻസ് സിസ്റ്റം, രാത്രി കാഴ്ച ഉപകരണങ്ങൾ, ലേസർ ഉപകരണങ്ങൾ, തന്ത്രപരമായ റഡാർ സംവിധാനങ്ങൾ എന്നിവയിലെല്ലാം നിയോഡൈമിയം, സെമറിയം പോലുള്ള ലോഹങ്ങൾ ഉപയോഗിക്കുന്നു. കാറ്റാടി യന്ത്രങ്ങൾ, സോളാർ പാനലുകൾ, ഇലക്ട്രിക് വാഹനങ്ങളുടെ മോട്ടോറുകൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള ശക്തമായ സ്ഥിരം കാന്തങ്ങൾക്ക് ഇവ അത്യാവശ്യമാണ്. സ്മാർട്ട് ഫോണുകൾ, കമ്പ്യൂട്ടറുകൾ, ടെലിവിഷൻ സ്ക്രീനുകൾ, ഫൈബർ ഒപ്റ്റിക് കേബിളുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ഇവ ഉപയോഗിക്കുന്നു. മെഡിക്കൽ ഇമേജിംഗ്, റിഫൈനറി, കാറ്റലിസ്റ്റുകൾ, കൃത്യതയുള്ള ആയുധങ്ങൾ എന്നിവയിലും ഇവയുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഈ മൂലകങ്ങളില്ലാതെ ഒരു ആധുനിക സൈന്യത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതിനാലാണ് ഇവയെ തന്ത്രപരമായ ധാതുക്കൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. 1990-കൾ മുതൽ അപൂർവ ഭൗമലോഹങ്ങളുടെ ഖനനത്തിലും സംസ്കാരത്തിലും ചൈന തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചു. പാരിസ്ഥിതിക നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചും കുറഞ്ഞ കൂലി നൽകിയും വലിയ തോതിലുള്ള നിക്ഷേപങ്ങളിലൂടെയും അവർ ആഗോള വിപണിയുടെ സിംഹഭാഗവും പിടിച്ചെടുത്തു. ഇന്ന് ആഗോള അപൂർവ ഭൂമി ലോഹങ്ങളുടെ ശുദ്ധീകരണത്തിന്റെ 90% നിയന്ത്രിക്കുന്നതും ചൈനയാണ്. ലോകമെമ്പാടുമുള്ള ശക്തമായ സ്ഥിരം കാന്തങ്ങളുടെ ഉൽപ്പാദനത്തിന്റെ 98% ചൈനയുടെ കൈകളിലാണ്. ലോകത്തെ ഈ വിഭവങ്ങൾക്കായി ആശ്രയിക്കുന്നതിലൂടെ ചൈനയ്ക്ക് തങ്ങളുടെ കയറ്റുമതി നിയന്ത്രണങ്ങളെക്കാൾ ഒരു ശക്തമായ ഭൗമരാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ കഴിയുന്നു. 2010-ൽ ജപ്പാനുമായുള്ള തർക്കത്തെ തുടർന്ന് ചൈന താൽക്കാലികമായി കയറ്റുമതി വെട്ടിക്കുറച്ചത് ആഗോളതലത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. അടുത്തിടെ പ്രതിരോധ സെമി കണ്ടക്ടർ മേഖലകളിൽ ഉപയോഗിക്കുന്ന ചില അപൂർവ ഭൂമി മൂലകങ്ങളുടെ കയറ്റുമതിക്ക് ഏപ്രിൽ ചൈന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഒക്ടോബറിൽ അമേരിക്കൻ മേഖലകളെ ബാധിക്കുന്ന തരത്തിൽ ഇത് വിപുലീകരിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ദക്ഷിണ കൊറിയയിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് ഒരു വർഷത്തേക്കും പുതിയ കയറ്റുമതി നിയന്ത്രണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ സമ്മതിച്ചെങ്കിലും ചൈനയുടെ ഇത്തരം രാഷ്ട്രീയപരവും തന്ത്രപരവുമായ നീക്കങ്ങൾ വിതരണ ശൃംഖലയുടെ സുസ്ഥിരതയെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ആഗോള വിതരണ ശൃംഖലയിൽ സൃഷ്ടിച്ച ഈ അസ്ഥിരതയാണ് ഇന്ത്യക്ക് ഈ മേഖലയിൽ ശക്തമായി ഇടപെടാനുള്ള സുവർണ അവസരം നൽകിയത്. വിദേശ ആശ്രിതത്വം കുറയ്ക്കുന്നതിനും തന്ത്രപരമായി സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സുപ്രധാന നയമാണ് ഇന്ത്യ ഇപ്പോൾ സ്വീകരിക്കുന്നത്. സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം അപൂർവ ഭൂമി ഉൽപ്പാദനത്തിനായുള്ള ഇന്ത്യയുടെ പ്രോത്സാഹന പരിപാടി അതിന്റെ നിലവിലെ വലിപ്പത്തിന്റെ 3 ഇരട്ടിയായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. പ്രാരംഭ വിഹിതമായ $290 മില്യൺ നിന്നും ഏകദേശം $788 മില്യൺ ഈ പരിപാടി വികസിപ്പിക്കാനാണ് പദ്ധതി. ഇലക്ട്രിക് വാഹനങ്ങൾ, പുനരുപയോഗ ഊർജ്ജം, പ്രതിരോധം തുടങ്ങിയ നിർണായക മേഖലകൾക്ക് ആവശ്യമായ വസ്തുക്കൾ ആഭ്യന്തര സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു ഗണ്യമായ സാമ്പത്തിക ഉത്തേജനമായിരിക്കും ഈ പാക്കേജ്. ഈ നിക്ഷേപം കേവലം ഖനനത്തിൽ ഒതുങ്ങാതെ അപൂർവ ഭൗമലോഹങ്ങൾ ശുദ്ധീകരിക്കുന്നതിനും അവ ഉപയോഗിച്ച് കാന്തങ്ങൾ ഉൾപ്പെടെയുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിലും ഊന്നൽ നൽകും. ഈ നീക്കം കേവലം സാമ്പത്തിക വളർച്ചയുടെ കണക്കുകൾക്കപ്പുറം ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്കും ആഗോള സ്ഥാനത്തിനും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. ആഗോള വിപണിയിലെ അസ്ഥിരതകൾ ബാധിക്കാതെ രാജ്യത്തിന്റെ വളർന്നു വരുന്ന ഇലക്ട്രിക് വാഹന, പുനരുപയോഗ ഊർജ്ജ മേഖലകൾക്ക് ആവശ്യമായ നിർണായകമായ വസ്തുക്കളുടെ സുസ്ഥിരമായ വിതരണം ഉറപ്പാക്കാൻ ഇതിലൂടെ സാധിക്കും. പ്രതിരോധ ആവശ്യങ്ങൾക്കായി ചൈന പോലുള്ള രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ ദേശീയ സുരക്ഷയും പ്രതിരോധപരമായ സ്വയം പര്യാപ്തതയും ശക്തിപ്പെടുത്താനാകും. ചൈനീസ് അപൂർവ ഭൂമി കാന്തങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് ലഭിച്ച ലൈസൻസുകൾക്ക് പോലും അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിയന്ത്രണങ്ങൾ ഉള്ളതും പ്രതിരോധ ആവശ്യങ്ങൾക്ക് വിലക്കുള്ളതും ഈ സ്വയം പര്യാപ്തതയുടെ ആവശ്യകത അടിവരയിടുന്നു. അപൂർവ ഭൂമി വിപണിയിലെ ചൈനീസ് ആധിപത്യം അവസാനിപ്പിക്കാൻ അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. വിശ്വസ്തനായ ഒരു പങ്കാളിയായി ഇന്ത്യ ഉയർന്നു വരുന്നതോടെ ഈ രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്താനും ആഗോള വിതരണ ശൃംഖലയെ വൈവിധ്യവൽക്കരിക്കാനും സാധിക്കും. ഇന്ത്യയുടെ ഈ ലക്ഷ്യത്തിന് മുന്നിൽ വെല്ലുവിളികളുമുണ്ട്. അപൂർവ ഭൗമലോഹങ്ങളുടെ ഖനനവും സംസ്കരണവും പാരിസ്ഥിതികമായി ഏറെ സങ്കീർണവും മലിനീകരണ സാധ്യതയും ഉള്ളതുമാണ്. ചൈന വർഷങ്ങളോളം ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അവഗണിച്ചാണ് കുറഞ്ഞ ചെലവിൽ ഉൽപ്പാദനം നടത്തിയത്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുമ്പോൾ കർശനമായ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ
മാനദണ്ഡങ്ങൾ പാലിക്കുകയും മലിനീകരണ നിയന്ത്രണ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപം നടത്തുകയും ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ശുദ്ധീകരണത്തിന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക വൈദഗ്ധ്യവും അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിക്കേണ്ടതുണ്ട്. $788 മില്യൺ ഈ ആസൂത്രിത പാക്കേജിന് എത്രയും പെട്ടെന്ന് അംഗീകാരം ലഭിച്ച് സമയബന്ധിതമായി നടപ്പിലാക്കുക എന്നത് പദ്ധതിയുടെ വിജയത്തിനും നിർണായകമാകും. അപൂർവ ഭൗമലോഹങ്ങളുടെ നിയന്ത്രണത്തിനായുള്ള ഈ ഭൗമരാഷ്ട്രീയ പോരാട്ടം ആഗോള സമ്പദ് വ്യവസ്ഥയുടെയും സുരക്ഷയുടെയും ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നാണ്. ചൈനീസ് ആധിപത്യത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ ഈ $788 മില്യൺ വിപുലീകരണ പദ്ധതി വെറുമൊരു സാമ്പത്തിക നിക്ഷേപത്തിനപ്പുറം ആഗോള വിതരണ ശൃംഖലയിൽ വിശ്വസ്തതയുള്ളതും സുസ്ഥിരവുമായ ഒരു ശക്തിയായി നിലകൊള്ളാനുള്ള ഇന്ത്യയുടെ ദൃഢനിശ്ചയത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ തന്ത്രപരമായ മുന്നേറ്റത്തിലൂടെ ലോകത്തിലെ ഏറ്റവും നിർണായകമായ വിഭവത്തിന്റെ നിയന്ത്രണം ഒരു രാജ്യത്തിനെ മാത്രം കേന്ദ്രീകരിക്കുന്നതിനെതിരെ ഇന്ത്യ ഒരു നിർണായക ശക്തിയായി നിലകൊള്ളും. ഇത് ആഗോള സാമ്പത്തിക പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കും.